التمسك بالأثر نجاه. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, القواعد المثلى في صفات الله تعالى وأسمائه الحسنى എന്ന ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ രചിച്ച അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അസ്മാകളുമായി ബന്ധപ്പെട്ട ഖായിദകൾ, പൊതുതത്വങ്ങൾ, ഇതാണ് നമ്മൾ വായിച്ചു വന്നത്. ഇതിൽ 4 ഖായിദകളെ സംബന്ധിച്ച് പറയുകയുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാകൾ അത് ഹുസ്നയാണ്, എന്തുകൊണ്ട് അതിനെ ഹുസ്നയാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാകളെല്ലാം തന്നെ അത് അലമുകളാണ്, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ മേൽ അറിയിക്കുന്നു എന്നുള്ള കാരണത്താൽ അത് അലമുകളാണെന്നതോടുകൂടെ തന്നെ അതിൽ ചില മാനകൾ, ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനാൽ അത് വസ്ഫുകളുമാണ് എന്നതാണ് രണ്ടാമത്തെ ഖായിദയായിട്ട് പറഞ്ഞത്. മൂന്നാമതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാകൾ അതറിയിക്കുന്ന വസ്ഫ് മുതഅദ്ദിയായ ഒരു വസ്ഫിൻ്റെ മേലാണ് അതറിയിക്കുന്നത് എങ്കിൽ അതിൽ പ്രധാനമായും 3 കാര്യങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അപ്പോഴാണ് ആ ഇസ്മിൽ ഒരാൾ സ്ഥിരപ്പെടുത്തിയവനായി മാറുകയുള്ളൂ. അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മാണെന്ന് സ്ഥിരപ്പെടുത്തണം, അതിലടങ്ങിയിരിക്കുന്ന സിഫാത്തിനെ സ്ഥിരപ്പെടുത്തണം, അതേപോലെ തന്നെ അതിൻ്റെ വിധിയെയും മുഖത്തളയെയും എല്ലാം മനസ്സിലാക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ ഖായിദയായിട്ട് പറഞ്ഞത്. നാലാമത്തെ ഖായിദ അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ദലാലത്ത് അത് ഏത് വിധേനയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. മുതാബഖത്ത് എന്ന നിലയിലും തദമ്മുൻ എന്ന നിലയിലും ഇൽത്തിസാം എന്ന നിലയിലും എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ അസ്മാകൾ അതിൻ്റെ സിഫാത്തുകളിലേക്ക് മറ്റൊക്കെ ദലാലത്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച ഒരു ഖായിദയാണ് പറഞ്ഞത്. അഞ്ചാമതായി മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നത് അൽ ഖായിദത്തുൽ ഖാമിസ അസ്മാഉല്ലാഹി തആല തൗഖീഫിയ്യത്തുൻ ലാ മജാല ലിൽ അഖ്ലി ഫീഹാ എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ്. അള്ളാഹുവിൻ്റെ അസ്മാകളെല്ലാം തന്നെ തൗഖീഫിയ്യത്താണ്. തൗഖീഫിയ്യത്താണ് എന്ന് പറഞ്ഞാൽ എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്മുകളായിട്ട് നമ്മെ പഠിപ്പിച്ചു തന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അള്ളാഹുവിൻ്റെ അസ്മാകളായിട്ട് നമ്മെ പഠിപ്പിച്ചു തന്നത് അതിൽ നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹു അവൻ്റെ ഇസ്മായിട്ട് സ്ഥിരപ്പെടുത്തിയത് നാം സ്ഥിരപ്പെടുത്തുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് നാം സ്ഥിരപ്പെടുത്തുക. അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൈകടത്തൽ നടത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തൗഖീഫിയത്തായതുകൊണ്ട് തന്നെ ലാ മജാല ലിൽ അഖ്ലി ഫീഹ, അതിൽ അഖ്ലിന് എന്തില്ല, ഏതെങ്കിലും ഒരു മജാലില്ല, ഏതെങ്കിലും ഒരു പങ്ക്, ഒരു മേഖല അഖ്ലിന് വിട്ടുകൊടുക്കാൻ പാകത്തിന് ഇല്ല. കാരണം അതിൻ്റെ കാരണം തന്നെ പ്രകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകിയിരിക്കുന്ന അസ്മാകളാണ് അവന് നാം അംഗീകരിക്കേണ്ട ഇസ്മുകളായിട്ട്, അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുമാണ്. മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നത് കാണാം, വഅലാ ഹാദാ ഫയജിബുൽ വഖൂഫു ഫീഹാ അലാ മാ ജാഅ ബിഹിൽ കിതാബു വസ്സുന്ന. ഇത് തൗഖീഫിയത്താണ് എന്നുള്ളതിനാൽ തന്നെ എങ്ങനെയാണോ ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിൻ്റെ അസ്മാകൾ വന്നിരിക്കുന്നത് അതിൻ്റെ മേൽ നിൽക്കുക എന്നുള്ളത് നിർബന്ധമായി തീരും. ഫലാ യുസാദു ഫീഹാ വലാ യുൻഖസ്, അതിൽ വർദ്ധിപ്പിക്കപ്പെടുകയുമില്ല ചുരുക്കപ്പെടുകയുമില്ല. എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് മനസ്സിലാക്കുക, അതിൻ്റെ മേൽ നിൽക്കുക എന്നുള്ളത് അനിവാര്യമായി തീരും. കാരണം ലിഅന്നൽ അഖല ലാ യുംകിനുഹു ഇദ്റാകു മാ യസ്തഹിഖുഹു തആല മിനൽ അസ്മാഇ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്മാകളിൽ നിന്ന് അവൻ അർഹതപ്പെട്ടിരിക്കുന്ന ഇസ്മുകൾ ഏതാണ് എന്ന് ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കാത്തതായ കാര്യമാണ്.
ബുദ്ധിക്ക് അതിനെ ഇദ്റാക്ക് ചെയ്യാൻ, ഗ്രഹിക്കാൻ സാധ്യമല്ല. ചിന്തിച്ചുകൊണ്ടോ കുറേ ഗവേഷണങ്ങൾ നടത്തിയാലോ ഇന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഫവജബൽ വുഖൂഫു ഫീ ദാലിക അല നസ്സി, നസ്സിൻ്റെ മേൽ നിലകൊള്ളുക എന്നുള്ളത് ഈ വിഷയത്തിൽ അതിനാൽ നിർബന്ധമായ കാര്യമാണ്. എന്താണ് അങ്ങനെ നസ്സിൻ്റെ മേൽ നിലകൊള്ളണം? അതിനപ്പുറത്ത് ഗവേഷണങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ മറ്റോ അള്ളാഹുവിന് ഇസ്മുകൾ ചാർത്തി കൊടുക്കുക എന്നുള്ളത് പാടില്ല എന്ന് പറയാനുള്ള കാരണം ലിഖൗലിഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യമാണ് ഇതിനുള്ള തെളിവ്. വലാ നഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്നുള്ള ആയത്താണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തഖ്ഫു വലാ തഖ്ഫു എന്ന് പറഞ്ഞാൽ ലാ തത്തബിഅ എന്നർത്ഥം. നീ എന്ത് ചെയ്യാൻ പാടില്ല? പിന്തുടരാൻ പാടില്ല. എന്തിനെ? മാ ലൈസ ലക ബിഹി ഇൽമു, നിനക്ക് ഇൽമില്ലാത്ത കാര്യത്തിൽ നീ കയറിടപെടാതിരിക്കുക, നീ അതിൻ്റെ പിന്നാലെ നടക്കാതിരിക്കുക, അതിനെക്കുറിച്ച് പറയാതിരിക്കുക. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. സമഅ, ബസർ, ഫുആദ് കേൾവി, കാഴ്ച, അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം, ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പേര് കൊടുക്കുക, അള്ളാഹുവിന് കൊടുക്കാത്തൊരു പേരാണ്. അങ്ങനെ ഒരു പേര് ഒരാൾ അള്ളാഹുവിന് കൊടുക്കുക എന്നുള്ളത് അനുവദനീയമല്ല. കാരണം അത് നമുക്ക് ഇൽമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോകലാണ്. ഷെയ്ഖ് തന്നെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അന്നഹു ലാ യജൂസു ലനാ അൻ നുസമ്മി അല്ലാഹ ബിമാ ലം യുസമ്മി ബിഹി നഫ്സ. അള്ളാഹു തൻ്റെ നഫ്സിന് നൽകാത്തതായ പേരുകൾ കൊണ്ട് അള്ളാഹുവിന് നാം പേര് വെക്കുക എന്നുള്ള അനുവദനീയമല്ല. ലിഅന്ന ദാലിക ലൈസ ലനാ ബിഹി ഇൽമുൻ. കാരണം എന്താണ്? അതിനെ സംബന്ധിച്ച് നമുക്ക് ഇൽമില്ല എന്നുള്ള കാരണത്താലാണ്. അപ്പോൾ ഈ ആയത്ത് പ്രകാരം അവിടെ നമ്മൾ എന്താണോ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്, അവിടെ നിൽക്കുക എന്നുള്ളതാണ് അനിവാര്യമായ കാര്യം. അതേപോലെ തന്നെ മറ്റൊരു ആയത്തും മുസ്ലിം റഹ്മഹുല്ലാഹ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. വഖൗലുഹു ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നുള്ളതായ ആയത്തും ഇതിനുള്ള തെളിവാണ്. ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുകയാണ്. എന്താണ്? ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, എൻ്റെ റബ്ബ് നിശ്ചയമായും ഫവാഹിഷുകൾ, മ്ലേച്ഛമായ കൃത്യങ്ങൾ, അതിനെ എന്ത് ചെയ്തിട്ട് നിഷിദ്ധമാക്കിയിരിക്കുന്നുണ്ട്. മ്ലേച്ഛമായ കാര്യങ്ങളെയാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അത് മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രകടമായതാണെങ്കിലും പരോക്ഷമായതാണെങ്കിലും, അതായത് പ്രകടമായിട്ട് ഫാഹിഷാണെന്ന് തോന്നുന്നതാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും, അതല്ലെങ്കിൽ രഹസ്യമായിട്ടാണെങ്കിലുമുള്ള പരസ്യമായിട്ടുള്ളതാണെങ്കിലും, രണ്ടർത്ഥവും ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. അതുപോലെ വൽ ഇസ്മ വൽ ബഗ്യ, ഇസ്മും ബഗ്യും രണ്ടും പാപങ്ങൾ തന്നെയാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു പാപം, ആ പാപം അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്, അതിൻ്റെ അസർ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല. ബഗി എന്ന് പറഞ്ഞാൽ ആ പാപം ചെയ്യുന്നത് മുഖേന അതിൻ്റെ പ്രത്യാഘാതം വേറൊരാളിലേക്ക് കടക്കുന്നതാണ്. ബിഗൈരിൽ ഹഖ്, അപ്പോൾ അനർഹമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അതുപോലെ അള്ളാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കുന്നതിനെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു അതിനെന്ത് ചെയ്തിട്ടില്ല? ഒരു രീതിയിലുള്ള ഹുജ്ജത്തും തെളിവും ഇറക്കിയിട്ടില്ല. അങ്ങനെ അള്ളാഹുവിന് പങ്കുചേർക്കുക എന്നുള്ളതിനെയും. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അതേപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾക്കറിയില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നാണ് നമ്മൾ പറയേണ്ടത്. അതിനപ്പുറത്ത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഇഷ്ടത്തിനും അനുസൃതമായിക്കൊണ്ട് അള്ളാഹുവിന് പേര് ചേർത്തുക എന്നുള്ളതിൽ പെടും.
നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ സംസാരിക്കുന്നതായിട്ട് പെടും. അതുകൊണ്ടത് പാടില്ലാത്തതാണ്. ഇവിടെ വളരെ ഗുരുതരമായൊരു കാര്യം മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ, അതിന് ചെറിയ പാപങ്ങളിൽ നിന്ന് വലിയ പാപങ്ങളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എണ്ണിയിരിക്കുന്നത്. പല നസ്സുകളിലും അങ്ങനെ ഒരു രീതിയാണ്. ചില സ്ഥലങ്ങളിൽ ഏറ്റവും ഗുരുതരമായതിന് ആദ്യം പറയും, അതിനുശേഷം അടുത്തത് പറയും. ഈ രീതിയിലാണ്. ഇവിടെ ഏറ്റവും ഗൗരവം കുറഞ്ഞിരിക്കുന്ന കാര്യത്തെ ആദ്യം പറഞ്ഞു, അവസാനം പറഞ്ഞിരിക്കുന്നതാണെന്ത്, ഏറ്റവും ഗുരുതരമായ കാര്യം. ഇവിടെ അവസാനം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ മേൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയും താഴെയാണ് അപ്പോൾ എന്ത് വരിക, ഷിർക്ക് വരിക എന്നുള്ളത് കിട്ടുന്നത്. ഷിർക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾ അറിവില്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഒരാൾ എന്തെങ്കിലുമായി പിഴപ്പിക്കുക എന്നുള്ളതായ ഒരു കാര്യം കൂടി അതിലുണ്ട്. അതുകൊണ്ട് അത് വളരെ ഗൗരവപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം. അള്ളാഹു എന്താണോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, അതിൽ എന്ത് ചെയ്യണം, നിലകൊള്ളണം. അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കാര്യത്തിൽ അത് തൗഖീഫിയത്താണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇഷ്ടത്തിന് അള്ളാഹുവിൻ്റെ പേരുകൾ പല പേരുകൾ വിളിക്കുക എന്നത് പാടില്ല. വലിഅന്ന തസ്മിയതഹു തആല ബിമാ ലം യുസമ്മി ബിഹി നഫ്സഹു ഔ ഇൻകാറ മാ സമ്മ ബിഹി നഫ്സഹു ജിനായത്തുൻ ഫി ഹഖ്ഖിഹി തആല. ഇതാണ് അടുത്തതായിട്ട് പറയണമെന്നിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന്, ഇത് അങ്ങനെ സംസാരിക്കുന്നത് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കലാണ് അള്ളാഹുവിനെ കുറിച്ച്. അത് വളരെ ഗുരുതരമായ കാര്യവുമാണ്, പാടില്ലാത്ത കാര്യമാണ്. അത് വേറെയും ധാരാളം ആയത്തുകളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമി. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാതെ അവൻ്റെ മേൽ കളവ് കെട്ടി ആരോപിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അത് ഏറ്റവും വലിയ അക്രമമാണ്. കാരണം ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമി, അവൻ ഇൽമില്ലാതെ എന്തെങ്കിലാണ് ജനങ്ങളെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കുക. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഇടാത്തതായ ഒരു പേര്, വലിഅന്ന തസ്മിയതഹു തആല ബിമാ ലം യുസമ്മി ബിഹി നഫ്സ, അള്ളാഹു അവന് നൽകാത്തതായ ഒരു പേര് ഒരാൾ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന് പേര് വിളിക്കുന്നു. അങ്ങനെ ചെയ്യല്. അല്ലെങ്കിൽ ഔ ഇൻകാറ മാ സമ്മാ ബിഹി നഫ്സ, അള്ളാഹു അവന് നൽകിയിരിക്കുന്ന ഒരു പേരിനെ അവൻ എന്ത് ചെയ്യുന്നു, അവനതിനെ നിരാകരിക്കുന്നു, അതിനവൻ തള്ളുന്നു. ഇതെല്ലാം തന്നെ ജിനായത്തുൻ ഫി ഹഖ്ഖിഹി തആല, അള്ളാഹു തആലയുടെ ഹക്കിൽ അത് ഒരു പാപമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു കടന്നാക്രമണമാണത്, പാടില്ലാത്തതാണ്. കാരണം ഇപ്പോൾ ഒരാൾ അവൻ്റെ ഉപ്പ അവനക്ക് എന്ത് ചെയ്തു, ഒരു പേരിട്ടെന്ന് വെച്ചോ, ആ പേര് സൃഷ്ടികളായിട്ട് എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ എത്ര മോശമാണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന് അവൻ്റെ ഉപ്പ ഒരു പേരിട്ടിട്ടുണ്ട്, അബ്ദുള്ള എന്നാണ് പേരിട്ടത്. നമ്മളെല്ലാവരും കൂടി അവനെ ദേവദാസ് എന്ന് വിളിക്കുകയാണ്. അത് അവർക്ക് ഇഷ്ടമാവും? സുഖമായിട്ടും ഇഷ്ടാവില്ല. ഇനി നല്ല പേരാണെങ്കിൽ തന്നെ, ഒരാൾ അബ്ദുള്ള എന്നാണ് പേരിട്ടത്, പക്ഷെ നമ്മൾ അവനെ മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. അത് അവനോട് ചെയ്യുന്ന ഒരു അക്രമമാണ്. അവനക്ക് പേരിടാൻ അർഹതപ്പെട്ടത് അവൻ്റെ ഉപ്പയാണ്, അവനിട്ടിരിക്കുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിളിക്കേണ്ടത്. അവന് വേറൊരു പേര് നമ്മൾ വിളിക്കുക എന്നുള്ളത് അവനോട് ചെയ്യുന്ന അക്രമമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന ഒരു ജിനായത്താണ്, ഒരു കുറ്റകൃത്യമാണെന്ത്, അള്ളാഹു അവനിട്ടിരിക്കുന്ന പേര് ഒന്നുകിൽ അതിനെ എന്ത് ചെയ്യുക, നിഷേധിക്കുക, അതല്ലെങ്കിൽ അതല്ലാത്തൊരു പേര് നമ്മൾ എന്ത് ചെയ്യുക, ഇടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഫവജബ സുലൂഖുൽ അദബി ഫീ ദാലിക വൽ ഇഖ്തിസാറു അലാ മാ ജാഅ ബിഹി നസ്സു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു അദബ് പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്താണോ നസ്സിൽ വന്നിരിക്കുന്നത് അതിൽ ചുരുങ്ങുക എന്നുള്ളതും എന്താണ്, അനിവാര്യമായ കാര്യമാണ്. ഇതാണ് അഞ്ചാമത്തെ കായിക. ഇനി ഇതിൽ ചിലപ്പോൾ ധാരാളം സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന് നമ്മുടെ നാടുകളിൽ ധാരാളം പേരുകൾ വിളിക്കലുണ്ട് ആളുകൾ. അതിനെ സംബന്ധിച്ച് ഏഴാമത്തെ കായികയിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കായിക കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ വ്യതിചലിച്ചിരിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മറ്റൊരാൾക്ക് അതിൻ്റെ പരിഭാഷ പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വ്യക്തമാക്കി കൊടുക്കാൻ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യാം,
മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ഈ രണ്ട് ഭാഷയും അറിയാവുന്ന ആളായിരിക്കണം അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിയ ഒരാളായിരിക്കണം അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് മുഖേന അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അബദ്ധങ്ങൾ വരും. അങ്ങനെ പരിഭാഷപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് നിരന്തരം ഒരാളുടെ സംസാരം അതേപോലുള്ള സംസാരങ്ങളാണ് എങ്കിൽ അത് പാടില്ലാത്തതാണ്, വളരെ ഗുരുതരമായ കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകൾ വളരെ പരിശുദ്ധമാണ്. ഇപ്പോൾ ദൈവമെന്ന് അള്ളാഹിനെ വിളിക്കുകയാണ്. ഇത് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിനൊന്നുമല്ല പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്നത്. ദൈവം എന്നുള്ളതിനിപ്പം നമ്മുടെ നാടുകളിൽ ആർക്കൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ പശു, പാമ്പിനെ ദൈവം എന്ന് വിളിക്കലുണ്ട്. ഇങ്ങനെ വളരെ മോശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണത്. അതിന് എത്ര അർത്ഥത്തിലാണെങ്കിൽ അത് അള്ളാഹുവിലേക്ക് ചേർക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അത് വലിയ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാകളെ തർജ്ജമ ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് തർജ്ജമ ചെയ്ത് കൊടുക്കാം. അതെന്താണ്, അള്ളാഹുവിൻ്റെ ഇസ്മിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് അറബി ഭാഷ അറിയാൻ പാടില്ല. അള്ളാഹുവിനാണെങ്കിൽ വളരെ വിശിഷ്ടങ്ങളായ ധാരാളം നാമങ്ങളുണ്ട്, സിഫാത്തുകളുണ്ട്. അപ്പോൾ അവന് ഈ വിശിഷ്ടങ്ങളായ ഗുണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ആശയം ഇന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് അതിനെന്ത് ചെയ്യണത്, വിവർത്തനം ചെയ്യാമെന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ ഗുണം അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കിയതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്, അത് പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ നിരന്തരം ഇങ്ങനെ വേറെ ഏതെങ്കിലും മോശപ്പെട്ടിരിക്കുന്ന പദങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തുക എന്നുള്ളതല്ല. ഏതെങ്കിലും ഉലമാക്കൾ അതിന് എന്ത് ചെയ്യാം, പരിഭാഷപ്പെടുത്തുന്നത് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അതല്ല. നിരന്തരം ഇങ്ങനെ എന്ത് ചെയ്യുക, എന്നിട്ട് ആ പേര് വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതുകൊണ്ട് അതല്ലാതെ കൊണ്ടുള്ള ഉദ്ദേശം. ഇത് അള്ളാഹുവിൻ്റെ ഇങ്ങനൊരു നാമമുണ്ട് എന്ന് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ്. അതിൻ്റെ ആശയം ഇന്നതാണ്, അത് മുഖേന ഉണ്ടാകുന്നതായ അതിൻ്റെ മുഖത്തവയാത്തുകൾ, താല്പര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ്. അതല്ലാതെ അതിൽ എന്ത് ചെയ്യുക, കൈ കടത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. ഇതാണ് 5ാമത്തെ ഖായിദ. അല്ലാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
പ്രധാനമായിട്ടും അതിൽ ഖായിദ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ദലാലത്ത് അത് ഈ പറയുന്ന 3 രീതിയിലും എന്താണ് സ്ഥാപിക്കപ്പെടും. ആ ദലാലത്തിൻ്റെ രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അസ്സമീഅ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? അത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ മേലും അതേപോലെ തന്നെ അവൻ്റെ വസ്ഫിൻ്റെ മേലും ഉള്ളതായ ആ അറിയിക്കലിന് മുതാബക്ക നിലയിലുള്ള ദലാലത്ത് എന്ന് പറയും. ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രമുള്ള സൂചനയാണെങ്കിൽ അതിന് തദമ്മുനിയായ എന്താണ് ദലാലത്ത് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഏത് ലഫ്ളുകളെയും തെളിവ് പിടിക്കുന്ന തെളിവിൻ്റെ ഒരു ഉസ്ലൂബാണ് ഇവിടെ എന്ത് ചെയ്യണത്, അതിൻ്റെ ശൈലിയാണ് ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി വിവരിക്കുന്നത്. ഇനി അതിൻ്റെ ആ ലഫ്ളിൻ്റെ മാനയുടെ മേലല്ല അറിയിക്കുന്നത്, അതിനപ്പുറത്ത് വേറൊരു കാര്യത്തിൻ്റെ മേലാണ് അറിയിക്കുന്നത്. അങ്ങനെയും എന്ത് ചെയ്യാം, ദലാലത്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ദലീൽ പിടിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ദലാലത്തിനാണെന്ന് പറയുന്നത് ഇൽത്തിസാമിയായ ദലീൽ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് തുലാബുകളെ സംബന്ധിച്ചിടത്തോളം ഇൽത്തിസാമിയായ ദലീൽ എന്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഓരോ ആയത്തുകളിലും അതേപോലെ തന്നെ നസ്സുകളിലൊക്കെയുള്ള ഫിഖറിലും തദബ്ബുർ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കിട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും, ധാരാളം മസ്അലകൾ ഒരേ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ ധാരാളം ഇതുണ്ട്. ഇപ്പോൾ ഒരു ഹദീസ് പറയുന്നു, ആ ഹദീസിൽ നിന്ന് ധാരാളം ഫായിദകൾ ഇങ്ങനെ ഈ തദബ്ബറിലൂടെ എന്ത് ചെയ്യണതാണ്, ലഭിക്കുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.